മിഷൻ തുടങ്ങിയ അന്ന് മുതൽ ഈ സമയം വരെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ടീമുകളെ നിയോഗിക്കാനുള്ള ആലോചനകൾ നടന്നു വരുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക അവസാനിപ്പിക്കാൻ സാധിക്കുന്ന സമയം വരെ വയനാട് വനമേഖലയിലെ വന്യജീവിയുടെ ആക്രമണം കണ്ടുവരുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുക. നാളെ രാവിലെ ബത്തേരി മുനിസിപ്പൽ ഓഫീസിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് യോഗം നടക്കുക. രാവിലെ 10 മണിക്ക് സർവകക്ഷി യോഗവും 11:30 മണിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരുടെ യോഗമാണ് നടക്കുക. പ്രസ്തുത യോഗത്തിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൻ്റെ യോഗത്തിൽ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പഞ്ചായത്തുകളെ സഹകരിപ്പിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന കാര്യമാണ് ആലോചിക്കുന്നത്. ഫലപ്രദമായ ചർച്ചകളിലൂടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പം മരിച്ച ആളുകളുടെ വീട്ടിൽ പോയി ഗവർണർ എന്ന് വരുന്നു. നാളെ എത്തുന്ന മന്ത്രിതല സംഘം ഇവരുടെ വീടുകൾ സന്ദർശിക്കുക. തീർച്ചയായും അവിടുത്തെ സർവകക്ഷി യോഗത്തിലൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അവരുടെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ച് ആ വീടുകൾ സന്ദർശിക്കാൻ കഴിയണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. സന്ദർശിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് അവിടുത്തെ സർവകക്ഷി യോഗത്തിൽ അവർ പറയല്ലോ. അവരുടെ ഉപദേശങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ഏതായാലും ഞങ്ങളുടെ ആഗ്രഹം പോകണമെന്നാണ്. അല്ല, പ്രതിഷേധത്തെക്കുറിച്ച് ഇന്നല്ല എന്നും എൻ്റെ ഒരു നിലപാട്. അതൊക്കെ ജനാധിപത്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനോട് അല്ലാതെ അവരുടെ പ്രതിഷേധമല്ലേ. അവർ പ്രതിഷേധിക്കാനും സമര പരിപാടികൾ നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഈ കേരളത്തിൽ മറ്റേത് സംസ്ഥാനത്തുള്ളതിനേക്കാൾ കൂടുതലുള്ളൊരു സംസ്ഥാനമാണ്. അത് അവരുടെ അവകാശമാണ്. ആ അവകാശം അവർ എങ്ങനെയാണ് വിനിയോഗിക്കുക എന്നതിനെ ആശ്രയിച്ചാണ് മറ്റു കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴും എൻ്റെ അഭ്യർത്ഥന, നമ്മൾ കൈവിട്ടു പോകുന്ന വിധത്തിൽ അക്രമാസക്തമായ സമരങ്ങൾ പ്രശ്നപരിഹാരത്തിന് സഹായകമാവുകയില്ല എന്ന വസ്തുത അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം അതാണ്. വൈകാരികമായ ഒരു പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് ശരിയായ നടപടിയാണ്. അല്ല, കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിലാണ്. അല്ലാതെ അവിടെ സമരം നടത്തിയ ആളുകളുടെ പേരിലല്ലല്ലോ സമരം നടത്തിയത്. പക്ഷേ വയലൻ്റ് ആകുമ്പോൾ, അക്രമാസക്തമായ സമരം ഉണ്ടാകുമ്പോൾ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അത് പോലീസ് നടപടിയാണ്. ആ പോലീസ് നടപടികളുടെ മറ്റ് കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് ഉചിതമായിരിക്കുക. അല്ല, ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ വീണ്ടും ഒരു കാര്യം പുനരാരംഭിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അവസാന കാര്യത്തിൽ തീരുമാനമാകുന്നത് വരെ തെരച്ചിലും നിരീക്ഷണവും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് വനം വകുപ്പിൻ്റെ തീരുമാനം. ആ നടപടികൾ വളരെ ഫലപ്രദമായി തന്നെ, വളരെ ആത്മാർത്ഥമായി തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വയനാട്ടിൽ നേരിടുന്ന വന്യജീവി പ്രശ്നത്തെക്കുറിച്ച് ഇതുവരെ പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിക്കാത്ത ഒരു എംപിയാണ് രാഹുൽ ഗാന്ധി. അല്ല, ഞാൻ ഈ വിഷയത്തിൽ ആദ്യം മുതലെടുത്ത നിലപാട് ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ഇത് വന്യമൃഗങ്ങൾ കാട്ടിൽ അല്ല, ഞാനങ്ങനെ കാണുന്നില്ല. രാഷ്ട്രീയ വിഷയമായി മാറ്റുന്നത് നല്ലതല്ല എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. കാരണം ഇത് രാഷ്ട്രീയ വിഷയമല്ല. കാരണം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെയോ പാർട്ടിയുടെയോ മന്ത്രിയുടെയോ നിറമോ പേരോ ഓർത്താലല്ലോ. അപ്പോൾ അതിനെ നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കുക, ഈ ഗവൺമെൻറ് വന്നതുകൊണ്ടാണ് വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ജനങ്ങളുടെ ഒരു പൊതുവിഷയമായി എടുത്ത് പക്വതയോടുകൂടെ ഫലപ്രദമായി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന ഗൗരവതരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ വഴിയിലൂടെയാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.